everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 78th lecture on recovery and refund of income tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about interest for default in furnishing return of income. And in this lecture, we are going to continue with the same topic, that is interest for default in furnishing return of income. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ട് ഇൻ ഫേർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകത്തിലെ കുറച്ച് പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡ്യൂ ഡേറ്റ് മീൻസ് ദ ഡേറ്റ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1. നമ്മൾ ഈ സെക്ഷൻ പ്രകാരമുള്ള പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ റിട്ടേൺ ഫേർണിഷ് ചെയ്യുന്നതിനായുള്ള ഡ്യൂ ഡേറ്റിനെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. ആ ഡ്യൂ ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 139 സബ്സെക്ഷൻ 1-ൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ്. Second one is where an assessment is made for the first time under section 147 or under section 153A, the assessment so made shall be regarded as a regular assessment for the imposition of interest under section 234A. അതായത് സെക്ഷൻ 147 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 153A പ്രകാരമോ ഫസ്റ്റ് ടൈം ഒരു അസസ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ അസസ്മെൻറ്റിനെ സെക്ഷൻ 234A പ്രകാരമുള്ള ഇൻട്രസ്റ്റിൻ്റെ ഇമ്പോസിഷന് വേണ്ടി റെഗുലർ അസസ്മെൻ്റ് ആയിട്ട് റിഗാർഡ് ചെയ്യും. തേർഡ് വൺ ഈസ് വെയർ എനി ഇൻട്രസ്റ്റ് ഹാസ് ബീൻ പെയ്ഡ് അണ്ടർ സെക്ഷൻ 140A സബ്സെക്ഷൻ 1 ദ ഇൻട്രസ്റ്റ് പേയബിൾ ഷാൾ ബി അഡ്ജസ്റ്റഡ്. അതായത് സെക്ഷൻ 140A സബ്സെക്ഷൻ 1 പ്രകാരം സെൽഫ് അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ സെക്ഷൻ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് പേയബിൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഫോർത്ത് വൺ ഈസ് വെയർ എ നോട്ടീസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 148 ഓർ അണ്ടർ സെക്ഷൻ 153A ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ആൻ അസസ്മെൻറ്റ് അണ്ടർ സെക്ഷൻ 143 സബ്സെക്ഷൻ 1 ഓർ 143 subsection 3 or 144 or 147 requiring a return of income from the assessee, and the assessee furnishes the return after the expiry of the time allowed under the notice or fails to furnish the return, the interest shall be charged at the prescribed rate. അതായത് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 143 സബ്സെക്ഷൻ 3 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 144 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 147 പ്രകാരമോ വരുന്ന അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്ഷൻ 148 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 153A പ്രകാരമോ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ്. ആൻഡ് ഈ നോട്ടീസ് പ്രകാരം അസസി റിട്ടേൺ ഓഫ് ഇൻകം ഫേർണിഷ് ചെയ്യണം. ആൻഡ് അസസി ഈ റിട്ടേൺ ഓഫ് ഇൻകം ഫേർണിഷ് ചെയ്യുന്നത് ഈ നോട്ടീസിൽ അലോ ചെയ്ത ടൈം എക്സ്പയർ ആയതിനു ശേഷമാണ്. അല്ലെങ്കിൽ അസസി ഈ റിട്ടേൺ ഓഫ് ഇൻകം ഫേർണിഷ് ചെയ്യുന്നില്ല എങ്കിൽ പ്രിസ്ക്രൈബ്ഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. വെർ ദ റിട്ടേൺ ഈസ് ഫേർണിഷ്ഡ് ഇൻട്രസ്റ്റ് ഷാൾ ബി ചാർജ്ഡ് ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ എക്സ്പയറി ഓഫ് ദ ടൈം അലോഡ് അണ്ടർ ദ നോട്ടീസ് ടിൽ ദ ഡേറ്റ് ഓഫ് ഫേർണിഷിംഗ് ദ റിട്ടേൺ. ആൻഡ് വെർ നോ റിട്ടേൺ ഇസ് ഫേർണിഷ്ഡ് ടിൽ ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് റീഅസസ്മെൻറ്റ്. അതായത് നോട്ടീസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈം അലോഡിൻ്റെ എക്സ്പയറിക്ക് ശേഷം അസസി റിട്ടേൺ ഫേർണിഷ് ചെയ്യുകയാണ് എങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഈ നോട്ടീസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടൈമിൻ്റെ എക്സ്പയറി കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഡേ മുതൽ റിട്ടേൺ ഫേർണിഷ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പീരീഡിലേക്കാണ്. ഇനി റിട്ടേൺ ഫേർണിഷ് ചെയ്യുന്നില്ല എങ്കിൽ റീഅസസ്മെൻറ്റിൻ്റെ കംപ്ലീഷൻ്റെ ഡേറ്റ് വരെയുള്ള പീരീഡിലേക്കാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻട്രസ്റ്റ് ഷാൾ ബി ചാർജ്ഡ് ഓൺ ദ എമൗണ്ട് by which the tax on the total income determined on reassessment exceeds the tax on the total income determined on the basis of earlier assessment. അതായത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റീഅസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട് ഏർലിയർ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്ത ടോട്ടൽ ഇൻകത്തിൽ പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും എത്ര കൂടുതലാണോ ആ എക്സീഡ് ചെയ്യുന്ന എമൗണ്ടിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഷാൾ
automatically be revised where the amount of tax is varied as a result of revision, appeal, rectification of mistake or settlement. അതായത് റിവിഷൻ്റെ ഭാഗമായിട്ടോ അപ്പീലിൻ്റെ ഭാഗമായിട്ടോ റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ടോ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ ടാക്സിൻ്റെ എമൗണ്ട് വേരി ചെയ്യുകയാണ് എങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും ഓട്ടോമാറ്റിക്കലി റിവൈസ് ചെയ്യപ്പെടും. If the return of income is not filed till the due date of filing the return or not filed at all, but the amount payable on self-assessment has been paid by the assessee before the due date of filing the return of income, the rest shall not be charged under section 234A. അതായത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റ് വരെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻകമേ ഫയൽ ചെയ്യുന്നില്ല. ആൻഡ് സെൽഫ് അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ പേയബിൾ ആകുന്ന എമൗണ്ട് അസസി റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റിന് മുൻപായിട്ട് പേ ചെയ്യുകയും ചെയ്തു എങ്കിൽ ആ ഒരു കേസിൽ സെക്ഷൻ 234A പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യില്ല. ഇനി നമുക്ക് പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് നോക്കാം, വിച്ച് കംസ് അണ്ടർ റൂൾ 119A. First one is where interest is to be calculated on annual basis, the period for which such interest is to be calculated shall be rounded off to a whole month or months, and for this purpose any fraction of a month shall be ignored and the period so rounded off shall be deemed to be the period in respect of which the interest is to be calculated. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആനുവൽ ബേസിസിലാണ് എങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പീരീഡിനെ ഹോൾ മന്തായിട്ടോ മന്ത്സായിട്ടോ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷന് വേണ്ടി റൗണ്ട് ഓഫ് ചെയ്യണം. ആൻഡ് ഏതെങ്കിലും മന്തിൻ്റെ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണം. ആൻഡ് ഈ റൗണ്ട് ഓഫ് ചെയ്ത പീരീഡിനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പീരീഡായിട്ട് ഡീം ചെയ്യണം. സെക്കൻഡ് വൺ ഇസ് വെയർ ദ ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത് കംപ്രൈസ്ഡ് ഇൻ എ പീരീഡ്, എനി ഫ്രാക്ഷൻ ഓഫ് എ മന്ത് ഷാൾ ബി ഡീംഡ് ടു ബി എ ഫുൾ മന്ത് ആൻഡ് ദ ഇൻട്രസ്റ്റ് ഷാൾ ബി സോ കാൽക്കുലേറ്റഡ്. അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പീരീഡിൽ കംപ്രൈസ്ഡ് ആയിരിക്കുന്ന എവറി മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്തിലേക്കാണ് എങ്കിൽ ഒരു മന്തിൻ്റെ ഏതൊരു ഫ്രാക്ഷനും ഫുൾ മന്തായിട്ട് ഡീം ചെയ്യണം ആൻഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. Third one is the amount of tax, penalty or other sum in respect of which such interest is to be calculated shall be rounded off to the nearest multiple of 100 rupees, and for this purpose any fraction of 100 rupees shall be ignored. അതായത് ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായുള്ള എമൗണ്ട് ഓഫ് ടാക്സോ പെനാൽറ്റിയോ അതർ സമ്മോ ഒക്കെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 100 റുപ്പീസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ആൻഡ് ഈ പർപ്പസിനായി 100 റുപ്പീസിൻ്റെ ഏതൊരു ഫ്രാക്ഷനും ഇഗ്നോർ ചെയ്യണം. ഓക്കെ, വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം അണ്ടർ ഇൻട്രസ്റ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫേർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.